ഞങ്ങളുടെ ഇടവ പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ച് കലൂർ. ഈ പുതിയ പള്ളിക്ക് മുമ്പ് ഒരു പഴയ പള്ളി വളരെ വർഷങ്ങളോളം 100-100 ചില്ലാനം വർഷങ്ങളോളം പഴക്കമുള്ള ഒരു പള്ളി ഉണ്ടായിരുന്നു. അതിനകത്ത് ഞങ്ങൾ വർഷങ്ങളോളം ആദ്യകാലങ്ങളിൽ കൊയർ നടത്തിയിരുന്നു. എല്ലാവരും കൂടി സംഗീതമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിച്ചിരുന്നത് ഇവിടെയായിരുന്നു. എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ വന്ന് ഇവിടെ കൊയർ നടത്തുമായിരുന്നു. അത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഗീതത്തിലേക്കുള്ള ഒരു പ്രയാണത്തിൻ്റെ ഒരു സുഗമമായൊരു പോക്കിന് അത് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച 1-2 കുർബാനയ്ക്ക് നമ്മൾ കൊയർ പാടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊയറിൽ ഞങ്ങൾ ഉപകരണങ്ങൾ സംഗീതം വായിക്കണം എന്നുണ്ടെങ്കിൽ തലേദിവസം അല്ലെങ്കിൽ തലേദിൻ്റെ ദിവസം 2-3 ദിവസം പ്രാക്ടീസ് വേണം. ആ പ്രാക്ടീസ് ചെറുപ്പത്തിലേ കിട്ടിയ ആ പ്രാക്ടീസ് പിന്നീട് ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു ഫൗണ്ടേഷൻ, നല്ലൊരു അടിസ്ഥാനം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല കൊയർ ഞങ്ങൾ പാടുകയോ വായിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതാരെങ്കിലും കൂവുന്ന അല്ലെങ്കിൽ ആരെങ്കിലും നിരുത്സാഹപ്പെടുത്തുമെന്ന് പേടിക്കണ്ട. നമ്മൾ ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്ന ഒരു നേർച്ച പോലെയാണ്. ഇതാണ് ഞങ്ങളുടെ ക്ലബ്ബ്. ഞങ്ങളിരുന്ന് സംഗീതം പ്രാക്ടീസ് ചെയ്യുകയും കൂട്ടമായിട്ട് ഇരുന്ന് പാടുകയൊക്കെ ചെയ്തിരുന്ന ക്ലബ്ബാണ്. ഇത് സേവ്യർ, ഇത് ജോണി, ഞങ്ങൾ 4 പേരൊക്കെ കൂടി അവിടെ ഇരുന്ന് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു വശം അവരൊക്കെ ചീട്ട് കളിക്കാർ, ക്യാരംസ് കളിക്കാരൊക്കെ ഉണ്ടെങ്കിലും മറ്റൊരു സ്ഥലത്ത് ഞങ്ങൾ ആ ശല്യമൊന്നും നോക്കാതെ തന്നെ ദിവസവും ഇരുന്ന് പാട്ട് വായിക്കുന്നത് അതൊരു സ്പിരിറ്റായിരുന്നു ഞങ്ങൾക്ക്. ആ ഒരു സ്പിരിറ്റിൽ നിന്നാണ് ഞങ്ങളുടെ തുടക്കമെന്ന് തന്നെ പറയാം. അതിൻ്റെയൊക്കെ ഒരു കാരണക്കാർ ഇവർ 2 പേരാണ്. ഏതാണ്ട് ഈ നാട് കലാകാരന്മാരുടെ നാടാണെന്ന് തന്നെ പറയാം. ഞങ്ങൾ ഈ ഗ്യാങ്ങൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ PJ ആൻ്റണി, CO ആൻഡോ, മെഹബൂബ്, ഇങ്ങനെ പഴയ തലമുറയിലുള്ള വലിയ പ്രഗത്ഭന്മാരൊക്കെ ഇവിടെ. ഞങ്ങളുടെ തന്നെ ഒരു ചേട്ടൻ ആൽഫി, ആസാദ് മ്യൂസിക് ക്ലബിൻ്റെ സ്ഥാപക നേതാവ്, അദ്ദേഹം അങ്ങനെ ഒരുപാട് ആളുകളുടെ പാട്ടുകൾ കേട്ട് അവരുടെ ആ സംഗീതത്തിൻ്റെ ഒരു സത്താണ് ഞങ്ങളിലേക്ക് വന്നത്. ഈ ജോണി പ്രഗത്ഭനായ ഒരു ഹാർമോണിസ്റ്റും സംഗീത സംവിധായകനും ഒക്കെയാണ്. അദ്ദേഹം ഒരുപാട് പാട്ടുകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് പാട്ട് പറഞ്ഞു തരാനായിട്ടെന്ന് പറഞ്ഞാൽ പാട്ട് പഠിക്കാൻ ടേപ്പ് റെക്കോർഡറുകളോ അങ്ങനെയുള്ള സംവിധാനമൊന്നുമില്ല. അദ്ദേഹം പോയി ഏതെങ്കിലും ഒരു സിനിമ കാണുക അല്ലെങ്കിൽ എവിടെന്നെങ്കിലും റേഡിയോയിലേക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ മതി, അദ്ദേഹം ടേപ്പ് റെക്കോർഡർ പോലെ ഒപ്പിയെടുക്കും, എന്നിട്ട് എന്നെ പഠിപ്പിച്ചു തരും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ശൈലിയാണ് ഹാർമോണിയത്തിൽ. ആ ശൈലിയാണ് എനിക്ക് പിന്നീടുള്ള എൻ്റെ ഹാർമോണിയം വായനയൊക്കെ അത് ഒരുപാട് സഹായമായിട്ടുണ്ട്. ആ ശൈലി തന്നെ ഞാൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബേഡിയോടും ബിനേഴ്സിനോടുള്ള ഈ നാട്ടിലെ എല്ലാവരുടെയും പ്രത്യേക സ്നേഹം എന്താണെന്ന് വെച്ചാൽ അവർ വന്ന വഴിയെ മറന്നിട്ടില്ല എന്നതാണ്. കാരണം ചെറുപ്പത്തിലെ ഇന്ന് കാണുന്നവരെ അവരന്ന് ഇന്നും ഒരേപോലെ ഇന്ന് അവർ പ്രഗത്ഭരാണ് എങ്കിലും യാതൊരുവിധ ഗമയം കാണിക്കാതെ എല്ലാവരും വളരെ സ്നേഹത്തോട് പെരുമാറുന്നു. മതം പൊട്ടിച്ചിരിക്കുന്ന വാനം, മനം നൊന്ത് കരയുന്ന ഭൂമി, ഇടയിൽ പെട്ടിര തേടിപ്പിടയുന്നു പ്രാണൻ, എവിടെയോ മറയുന്നു ദൈവം. മതം പൊട്ടിച്ചിരിക്കുന്ന മാനം, മനം നൊന്ത് കരയുന്ന ഭൂമി, ഇടയിൽ പെട്ടിര തേടിപ്പിടയുന്നു പ്രാണൻ, എവിടെയോ മറയുന്നു ദൈവം. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് എറണാകുളത്തുള്ള പൊന്നുരുന്തി സെയിൻറ്റ് റീറ്റാസ് ഹൈസ്കൂളിൻ്റെ മുറ്റത്താണ്. ഇവിടെയാണ് ഞാൻ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിച്ചത്. ഈ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ സംഗീതത്തിലേക്ക് വരുന്നതും ഇവിടെയുള്ള കൂട്ടുകാരൊക്കെ ആയിട്ട് സംഗീതത്തിൻ്റെ ഒരു മൂഡിലേക്ക് വരുന്നതും പുരോഗതിയുടെ അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ കുറേ ബാലപാഠങ്ങൾ മനസ്സിലേക്ക് വരുന്നത് ഇവിടെ വെച്ചാണ്. അപ്പോൾ എനിക്കൊക്കെ പ്രോത്സാഹനങ്ങളൊക്കെ ഒരുപാട് തന്നിട്ടുള്ള സാറുമാരുടെ കൂട്ടത്തിൽ ഇന്ന് ഞങ്ങളെ കൂടിയുള്ളത് കുറുപ്പ് സാറാണ്. ഇഗ്നേഷ്യസിന് നല്ല സംവിധാനം എന്ന് പറയാൻ പറ്റില്ല, നല്ല പാട്ടുകാരെന്നുള്ള നിലയിൽ അന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ആദ്യകാലത്ത് ഫെഡറിക് പള്ളനാണ് ഇവിടെ യോഗ്യനായിട്ട് കണ്ടത്. പക്ഷേ ഇഗ്നേഷ്യസിൻ്റെ വരവോടുകൂടി ഫെഡറിക് പള്ളൻ മങ്ങാൻ തുടങ്ങി.
അവർ തമ്മിലുള്ള മത്സരങ്ങൾ അവസാനം പ്രൈസ് മേടിക്കാൻ നേരത്ത് ഈ ഇഗ്നീഷ്യസാണ് വന്ന് ചേരുക. കിള്ളിയാറ്റിനക്കരയുണ്ടൊരു വെള്ളിലഞ്ഞിക്കാട്, വെള്ളിലഞ്ഞിക്കാട്ടിലുണ്ടൊരു വെള്ളാരം കിളിക്കൂട്, കിള്ളിയാറ്റിൻ അക്കരയുണ്ടൊരു വെള്ളിലഞ്ഞിക്കാട്. ഈ പാട്ട് ഞാനിവിടുത്തെ മീറ്റിങ്ങിൽ പാടിയിട്ടുള്ളതാണ്. പബ്ലിക് മീറ്റിംഗ് ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. ഞാനിവിടെ പഠിച്ചിരുന്ന കാലത്ത് പബ്ലിക് മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ പാടണമെന്നുള്ള ഇവിടുത്തെ പല സാറുമാർക്കും നിർബന്ധമാണ്. ഈ കുറുപ്പ് സാറ്, ഒരു വാര്യർ സാറുണ്ടായിരുന്നു, CP ആൻ്റണി സാറുണ്ടായിരുന്നു, ഒരു ഭട്ടതിരിപ്പാട് സാറ്, അങ്ങനെ പലരൊക്കെ മരിച്ചുപോയി. അവരൊക്കെ വളരെ പ്രോത്സാഹനമായിരുന്നു എനിക്ക് ഇവിടുന്ന് തന്നിരുന്നത്. ഞാൻ പഠിക്കാൻ ഇത്തിരി പുറകോട്ടായിരുന്നെങ്കിൽ പോലും എന്നെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കലും, പിന്നെ കൂട്ടത്തിൽ കൂടി ഇപ്പോൾ പാട്ട് മാത്രം കൊണ്ട് നടന്നാലൊന്നും പറ്റില്ല, പഠിത്തവും കൂടി വേണമെന്ന് നിർബന്ധിച്ച് പറയും. ഈ കുറുപ്പ് സാറിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ തല്ലും കൊണ്ടിരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാതെ പുള്ളി സമ്മതിക്കില്ല. അങ്ങനെ നിർബന്ധ ബുദ്ധിക്കാരനായിരുന്നു. പാട്ടൊക്കെ കൊള്ളാം, അതൊക്കെ രണ്ടാമത്. പഠിത്തം കഴിഞ്ഞിട്ട് ഇവിടെ പറഞ്ഞത് പഠിക്കാൻ വേണ്ടിയാണ്, ഇവിടെ പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞത്. പക്ഷേ പാട്ട് പാടിക്കോ, നാളെ പാട്ടിന് വല്ല ഗുണമുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ, പക്ഷേ പഠിക്കാതെ ഇവിടുന്ന് പുറത്തേക്ക് വിടുന്ന പ്രശ്നമില്ല എന്നുള്ളത് പുള്ളി നിർബന്ധ ബുദ്ധിക്കാരനായിരുന്നു. അതിൻ്റെ പേരിൽ തല്ല് കുറേ കൊണ്ടുവരണം. തന്നെയല്ല, എന്തെങ്കിലും കുസൃതി കാണിച്ചാൽ പുള്ളി എങ്ങനെയെങ്കിലും, പുള്ളി എന്നൊരു CID കുറുപ്പ് സാറെന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് വെച്ചാൽ. കാരണം ആരും അറിയില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പുള്ളി കണ്ടുപിടിക്കും. അപ്പോൾ പുള്ളിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ കുഴപ്പങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങളത് ശിക്ഷിക്കുക എന്നുള്ളത്. അതിൻ്റെ പേരിൽ എന്താണ്, സാറ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പുറത്തിൽ പോകും. ഈ കിളി കളിക്കുന്ന പോലെയാണ്. സാറ് കണ്ടില്ല എന്ന് വിചാരിച്ചായിരിക്കും ഞങ്ങൾ വിളിക്കുന്നത്. പക്ഷേ സാറ് കണ്ടിട്ടുണ്ടാവും. ക്ലാസ്സിൽ വന്നിട്ട് പറയും, നീ എന്താടാ എന്നെ കാണപ്പോൾ നീ അങ്ങോട്ട് മാറിയത്, സൈക്കിൾ ഷാപ്പിൻ്റെ അപ്പുറത്തേക്ക് പോയത് എന്നൊക്കെ ചോദിക്കും. ഇതെൻ്റെ കൂട്ടുകാരനാണ്. എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചിരുന്ന ആളാണ്. ഒരു ബെഞ്ചിലിരുന്ന് പാട്ട് പാടിയിട്ടുള്ളതാണ് ഞങ്ങൾ പലപ്പോഴും. അതിനല്ല, സാറന്മാർ വരണതിന് ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഞങ്ങൾ പാട്ടുപാടി, പെട്ടെന്ന് സാറ് കയറി വരുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ സൈലൻ്റ് ആവും, ഞങ്ങളുടെ പാട്ട് മാത്രം മുമ്പിൽ വയ്ക്കും. അവസാനം അങ്ങനെ അടിയൊക്കെ കൊണ്ടുവരണം ഞങ്ങൾക്ക്. അതല്ല, ഞങ്ങൾ തമ്മിലായിരുന്നു ഇവിടെ മത്സരമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഇരിക്കുന്നത് പഴയ സ്റ്റേജാണ്, ഇപ്പോൾ ക്ലാസ് റൂം ആക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് മീറ്റിങ്ങുകളിലൊക്കെ പാടിയിട്ടുള്ള ആൾക്കാരാണ്. ഇഗ്നേഷ്യസിനെ പറ്റി പറയുകയാണെങ്കിൽ 8th സ്റ്റാൻഡേർഡിൽ വെച്ചാണ് ഇഗ്നേഷ്യസ് പഠിക്കാൻ വരുന്നത്. 6-7 ക്ലാസ്സുകളിലൊക്കെ ഞാൻ പാട്ട് പാടുമ്പോൾ വളരെ ഭംഗിയായിട്ടും വളരെയധികം നന്നായിട്ട് പാടിയിരിക്കുന്ന സമയത്താണ് ഇഗ്നേഷ്യസിൻ്റെ വരവ് ഇവിടെ പഠിക്കാനായിട്ട്. ഇവിടെ ആശ്രമത്തിലാണ് പഠിക്കാൻ വന്നത്. അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുന്ന സമയത്ത് ഭട്ടതിരി സാറിൻ്റെ ക്ലാസ്സിലാണ് ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നത്. പാടുമ്പോൾ ഞങ്ങൾ ഇയാൾ പോയം പാടിക്കഴിഞ്ഞപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഇയാൾ ഇങ്ങനെ മലയാളം പോയൊക്കെ ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാക്കി ഇയാൾ ആൾ ശരിയല്ല, നമ്മളെ അങ്ങനെ നമുക്ക് പാരയാവും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ അവസാനം ഇവിടെ യൂത്ത് ഫെസ്റ്റിവൽ വരും. മാസത്തിൽ ഒരു ദിവസം ഒരു മീറ്റിംഗ് ഉണ്ടാവും, അതിന് ഈശ്വര പ്രാർത്ഥന. പക്ഷേ ആ സമയത്തൊക്കെ ഇയാളും ഞാനുമായിട്ടുള്ള ഒരു പിടുത്തമാണ്, എനിക്ക് പാടണം എന്നുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഞാനിരിക്കുന്നത് പൊന്നുരുന്തി കപ്പൂച്ചൻ ആശ്രമത്തിലാണ്. ഇവിടെ ഞങ്ങൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഇവിടെ നിന്നാണ് ഞാൻ പഠിച്ചത്. ഇത് അന്ന് എൻ്റെ കൂടെ സീനിയറായിട്ടുണ്ടായിരുന്ന ഒരു അച്ഛനാണ്. ഇപ്പോൾ അച്ഛൻ, അന്ന് ഞങ്ങൾ ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. 1965 മുതൽ 67 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇഗ്നേഷ്യസ് ഇവിടെ 8ാം ക്ലാസ്സിലാണ് വന്ന് ചേർന്നത്. തുടർന്ന് 2 വർഷം ഞങ്ങളിവിടെ ഒരുമിച്ചുണ്ടായിരുന്നു. വരുമ്പോൾ തന്നെ ഇഗ്നേഷ്യസ് നന്നായിട്ട് പാടുമായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്ന ഫാദർ മെൻഡസ് ഒരുപാട് പ്രോത്സാഹനങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്.